കണ്ണൂർ ചെമ്പേരിയിലെ സുധാ ലക്ഷ്മണൻ എന്ന നന്നായി പാട്ട് പാടുന്ന വലിയൊരു കലാകാരിയുടെ കുടുംബത്തിൽ 25-ൽ കൂടുതൽ ആൾക്കാർ പാട്ട് പാടുന്നവരാണ്. ഇവരെ ഇതുവരെയും പുറത്ത് ആരും അറിയപ്പെട്ടിട്ടില്ല. ഇവർക്ക് വേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. നിങ്ങളെയാണ് ഇവരെ ഏൽപ്പിക്കുന്നത്. ഇന്ന് വലിയൊരു ഭാഗ്യം എന്നല്ല, മഹാഭാഗ്യം എന്ന് തന്നെ പറയാം. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാമാനിക്കുന്ന് അമ്മയുടെ തിരുനടയിലാണ്. ഇത് വലിയൊരു ഭാഗ്യമാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യം തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നത് ഒരു നന്നായിട്ട് പാടുന്ന, ആരാലും അറിയപ്പെടാത്തൊരു കലാകാരി എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പാടും. അതാണെങ്കിൽ പാട്ട് പഠിച്ചിട്ടോ ഒന്നുമില്ല, റേഡിയോയിലും മറ്റും കേട്ടിട്ട് പഠിച്ച ഒരു നല്ലൊരു പാട്ടുകാരിയാണ്. നമുക്ക് ആ പാട്ടുകാരിയുടെ പാട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ഭക്തിഗാനത്തിൽ നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ ആ പാട്ടുകാരി നമുക്ക് പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങളും പങ്കുവെക്കാം. നമുക്ക് ആ കലാകാരിയെ പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറയും? പേര് സുധ. വീട് ചെമ്പേരി മണ്ണംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. അപ്പൊ നമുക്ക് അമ്മയുടെ തിരുനടയിൽ നിന്ന് ആദ്യം തന്നെ ഒരു ഭക്തിഗാനം പാടിയാലോ? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ അഞ്ജനശിലയിൽ ആദിപരാശക്തി എന്ന പാട്ട്. റെഡി അല്ലേ? റെഡി. ഒന്ന് പാടിക്കോ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മി കുമാരനല്ലോരമ്പേനി എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നടഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലോരമ്പേനി എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നടഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. ശരിക്കും നിങ്ങള് ഭാഗ്യം എന്നല്ല പറയണ്ടത്, മഹാഭാഗ്യാണ്. ആർക്കും ഇല്ലാത്ത ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. നമ്മള് മാമാനക്കുന്ന അമ്മയുടെ എന്താ പറയേണ്ടത്, ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് അമ്മയുടെ തൊട്ട് മുന്നിലാണ്. ഇത് ഭാഗ്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, കലാജീവിതത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് വേറെ വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടില് പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളുണ്ട്. ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ പരിചയപ്പെടാം. ആയിക്കോട്ടെ. പിന്നെ ആരൊക്കെ? പിന്നെ അമ്മയുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. മക്കള് 3 പേര്. അത് എങ്ങനെയല്ല, ആണും പെണ്ണും? ഒരു പെണ്ണും 2 ആണും. മൂത്ത മകൻ ജോലി ചെയ്യുന്നു. പിന്നെ മോടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇളയ മോൻ പഠിക്കുന്നു 9ാം ക്ലാസ്സിൽ. ഇനി അടുത്ത 10ലേക്ക്. ഹസ്ബൻഡിന്റെ പേരും മക്കളുടെ പേരെല്ലാം? ഏട്ടന്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. മകൻ ആദർശ് മൂത്തത്, ആതിര മോള്, പിന്നെ ആകാശ്. പിന്നെ മോളുടെ ഭർത്താവിന്റെ പേരെന്താ? അഭിജിത്ത് അല്ലേ? ഈ പാട്ടിന്റെ രംഗത്ത് എല്ലാവരുടെയും സപ്പോർട്ട് എങ്ങനെയാണ്? ഉണ്ട്. ഏട്ടനാണെങ്കിലും മക്കളാണെങ്കിലും സപ്പോർട്ട് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരി സീമയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്, സാറിന് മുമ്പിൽ എത്തിച്ചത് അവളാണ്. കൂട്ടുകാരിയെ പരിചയപ്പെടാൻ. കൂട്ടുകാരി ഏതായാലും ഈ ഒരു ലൊക്കേഷനിലുണ്ട്, നമുക്ക് കാണാം അല്ലേ? അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ മഹാഭാഗ്യം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല സാറേ, ഞാനിങ്ങനെ കേട്ട് പഠിച്ചത് മാത്രമേ ഉള്ളൂ. റേഡിയോയിലൊക്കെ കേട്ട് പഠിച്ചത്. പിന്നെ പാട്ടെന്ന് പറഞ്ഞാൽ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ പഠിക്കാനൊന്നുള്ള ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അതെ. ഇനി ശ്രീരാമനാമ പാട്ട് പാടാം. ജപനാമ അല്ലേ? പാടിക്കോ. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ ഒഴുകിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ സ്വരങ്ങളിലെ അതെല്ലാം എങ്ങനെയാ പാടുന്നേ? അതെല്ലാം എങ്ങനെ വരുന്നു സാറേ? ഇങ്ങനെ
പാടി പാടി പഠിച്ച് പാടി പഠിച്ചത്. പാടി ഇങ്ങനെ നോക്കും, കിട്ടുമോന്നൊന്ന് നോക്കും, അങ്ങനെ വേഗം കിട്ടും. പിന്നെ ഈ എന്തെങ്കിലും പ്രോഗ്രാമെല്ലാം ചെയ്യലുണ്ടോ? പ്രോഗ്രാം അങ്ങനെയൊന്നും ചെയ്യാല്ലേ, വലിയ ബർത്ത്ഡേ അങ്ങനെയൊക്കെ പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാടാൻ പറഞ്ഞാൽ പാടും, അത്രയേ ഉള്ളൂ. അങ്ങനെ നല്ല കൈയടിയെല്ലാം വാങ്ങാറുണ്ട്. എന്തായാലും വലിയ ഭാഗ്യവതിയാണ്. അമ്പലത്തിന്റെ മുറ്റത്ത് നിന്ന് തന്നെ മുൻപിൽ നിന്ന് തന്നെ പാടാൻ കഴിഞ്ഞു. അതുപോലെ അടുത്ത പാട്ട് ഏതാ പാടാൻ പോന്നെ? കണ്ണിന്മേൽ പാട്ട്. ഇന്നലെ എന്ന മൂവിയിലെ അല്ലേ, സൂപ്പർ ഹിറ്റ് സോങ്ങും പാടിക്കോ. കണ്ണിൻ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞോ, പൊന്നോ പൂമുട്ടോ വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി, മിന്നാരക്കൈയിൽ നിൻ തൂവൽ ചിരി വിതറി, കൈമാസത്തെന്നൽ പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവാൽ പാടി മറഞ്ഞു നിന്റെ ഗാഥ മൗനം. കണ്ണിൽ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞോ, പൊന്നോ പൂമുട്ടോ വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി. അടിപൊളി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സോങ്ങും അതുപോലെ തന്നെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് പറയൂ. ലക്ഷ്മണൻ. ചേട്ടൻ നല്ല സപ്പോർട്ടാ? നല്ല സപ്പോർട്ടാ ചേട്ടൻ. ചേട്ടൻ എന്താ ചെയ്യുന്നേ? ചേട്ടൻ കൂലിപ്പണി അല്ലേ? എന്ത് പണിയാന്ന്? എല്ലാതരം പണി എടുക്കും? എല്ലാതരം പണി എടുക്കും, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന പണിക്കെല്ലാം. അതുപോലെ ചേട്ടൻ ആദ്യമായിട്ടാണ് വീഡിയോയിലും എല്ലാം ഇങ്ങനെ അല്ലേ, അതുകൊണ്ട് അതിന്റെ ആ ഒരു ചേച്ചീന്റെ പാട്ട് നന്നായിട്ട് ആസ്വദിക്കലുണ്ടോ? ആസ്വദിക്കലുണ്ട്. വീട്ടിൽ നിന്ന് പാടി പിന്നെ ഞാന് പാട്ടും പാടും, ഏട്ടൻ താളം പിടിക്കും. ചേട്ടൻ താളം പിടിക്കുവോ? ചേട്ടൻ പാടുവോ? പാടൂല അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഇവിടുന്ന് ഏത് പാട്ടാ പാടുന്നേ? ഞാൻ കാതോട് കാതോരത്തിനകത്തെ കാതോട് കാതോരം പാടാം. കാതോട് കാതോരത്തിന്റെ അകത്തെ കാതോട് കാതോരം തന്നെ പാടാം അല്ലേ? ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ എനിക്ക്. അതെല്ലേ? സാറിന് വേണ്ടി പാടിയേക്കാം. ലാ 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 മന്ത്രം ലാലാല വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെ പാടുന്ന ആൾക്കാരുള്ളത്? പാടുന്ന ആൾക്കാർ അനിയത്തി പാടും, മോള് പാടും, പിന്നെ എല്ലാരും പാടുന്നവരാണ് വീട്ടിലെ ആൾക്കാരെല്ലാം. അമ്മ പാടും, ആന്റിമാര് പാടും, മാമന്മാര് പാടും. മൊത്തം നിങ്ങളെ ഫാമിലി പാട്ടുകാരാണ്. പിന്നെ ഒരു എന്താ പറയേണ്ടത്, ഒരു ട്രൂപ്പ് തുടങ്ങിക്കൂടെ? അമ്മ മുതൽ എല്ലാവരും പാടുന്നല്ലേ? അമ്മ മകളെ മകള് ആന്റിമാരുടെ മക്കള് പാടും, എല്ലാവരും പാടും. അപ്പൊ അടുത്ത ഏത് പാട്ട് പാടും? അടുത്തത് ഒരു നാടൻ പാട്ട് പാടാം. ആടാട് എന്നുള്ള പാട്ട്. ആടാട് ആടാട് ഇതല്ലേ? ആടാടെന്ന് പാടാം. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കിട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാർമുടി കിട്ടുമ്പോഴേ അമ്മ ചോടൊന്നു വെക്കുമ്പോഴേ താളം വിളിക്കണട്ടാ
അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അടിപൊളി അടിപൊളി അല്ലേ? അപ്പൊ അടുത്ത പാട്ട് ഏതാ പാടുന്നത്? ചെന്താമര ചേരുള്ള പെണ്ണുവട. നാടൻ പാട്ടാ? ആ പാടാനാ? പാട്. അനുപല്ലവി തൊട്ട് പാടിയാ മതിയാ? എങ്ങനെയായാലും പാടിക്കോ. കള്ളക്കണ്ണാലെൻ്റെ നെഞ്ചിലെന്ന മലരമ്പ് തൊടുത്തവളെ നിന്റെ കള്ള നുണക്കുഴിയൂറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടെ. കള്ളക്കണ്ണാലെൻ്റെ നെഞ്ചിലെന്ന മലരമ്പ് തൊടുത്തവളെ നിന്റെ കള്ള നുണക്കുഴിയൂറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടെ. കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കയ്യാലെ കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കയ്യാലെ മാറിലടക്കിയ ബാലപാടത്തിലൊനക്കൊരിടം തരുമോ എൻ്റെ ഇണക്കുയിലേ. ചെന്താമര ചേലുള്ള പെണ്ണെ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണെ പെണ്ണെ നിന്റെ പേരെന്താണെടി പൂവാലൻ കിളിയേ. ചെന്താമര ചേലുള്ള പെണ്ണെ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണെ പെണ്ണെ നിന്റെ പേരെന്താണടി പൂവാലൻ കിളിയേ. ചെന്താമര പറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പൂവാലൻ കിളിയേ. ചെന്താമര ചേലുള്ള പെണ്ണെ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണെ പെണ്ണെ നിന്റെ പേരെന്താണടി പൂവാലൻ കിളിയേ. മക്കള് പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, മക്കള് പാട്ടൊന്നും പഠിക്കുന്നില്ല. പാട്ട് പഠിക്കുന്നില്ല. അപ്പൊ അടുത്ത പാട്ട് ഏതാ പാടുന്നത്? അടുത്ത പാട്ട് മംഗളങ്ങൾ ഉരുളുന്നല്ല പാട്ട് പാടാം. വല്ലാതൊരു ഫീലാണല്ലോ അത് അല്ലേ? പാടിക്കോ. മംഗളങ്ങളാരോളും മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനുംബരം കാണാൻ മറന്നു പോയോ. മംഗളങ്ങളാരോളും മഴ നീർക്കണങ്ങളെ അനുരാഗമോലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ? ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമാണോ? ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ? ഈ വിണ്ണിലെങ്ങുമേ ആനന്ദമില്ലയോ? നിഴലായി നിലാവിൽ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളാരോളും മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനുംബരം കാണാൻ മറന്നു പോയോ. മംഗളങ്ങളാരോളും മഴ നീർക്കണങ്ങളെ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. വല്ലാത്തൊരു ഫീൽ ഉള്ള പാട്ടല്ലേ ഇത് അല്ലേ? അതെ. അടിപൊളി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാ? അവിടെ വീടിന്റെ അടുത്ത് തന്നെ. ഡെയിലി പോവും വരും? ഡെയിലി പോവും വരും. പിന്നെ അടുത്ത പാട്ട് ഏതാ? അടുത്ത പാട്ട് നമുക്ക് രാജഹംസമേ എന്നുള്ള പാട്ട്. അടിപൊളി അഡ്രസ് ഒക്കെ അടിപൊളി, പാടിക്കോ.
രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാ വരുമോ അടുത്തൊരു പഴയ പാട്ട് പാടിയാലോ? അടുത്ത പാട്ട് പാടാം. ഏത് പാട്ടാ? തങ്കത്തളികൈ പൊങ്കലുമായി. തങ്കത്തളികൈ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, അതല്ലേ? അടിപൊളി പാട്. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്കമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കണ്ടു നിന്നപ്പോളിന്ന് മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈ തരിച്ചു തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. അടിപൊളി, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ. ഇതാ പാട്ട് ശരിക്കും അത് അറിയില്ല എന്നെല്ലാം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് ഫുള്ളായിട്ട് കേൾക്കാനൊരാഗ്രഹമായിപ്പോയി. അപ്പൊ വീട്ടില് വേറെന്തൊക്കെയാണ്? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോ ഈ പ്രോഗ്രാമിലേക്കെല്ലാം ചിലപ്പോ വിളിച്ചേക്കാം, പറയാൻ പറ്റില്ല. ഏതെങ്കിലും ട്രൂപ്പുകാർ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോവില്ലേ? വിളിക്കുവാണെങ്കിൽ പോകാം. ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്, നല്ല അടിപൊളി, സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പഠിക്കാത്ത ആൾ ഇത്രയും നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളെല്ലാം ലോകത്തിൻ്റെ മുന്നിൽ എത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് എന്താ പറയേണ്ടത്, സീമക്ക് ഒരുപാട് നന്ദി പറയണം അല്ലേ? സീമയും കൂടി ഇതിൽ ഉൾപ്പെടേണ്ടായിരുന്നു. പെട്ടെന്ന് എന്തോ ആവശ്യം വന്നിട്ട് പോയി അല്ലേ? അവിടാണ് എന്നെ സാറിന് മുമ്പിൽ എത്തിച്ചത്. അതാ പറഞ്ഞത്, ഇവിടുന്ന് കഴിഞ്ഞൊരു സരസ്വതി ചേച്ചീൻ്റെ വീഡിയോ ചെയ്തു. ആ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിയായ സീമ കണ്ടു. സീമ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ സീമയോട് പാട്ട് പാടുമെന്ന് ചോദിച്ചു. സീമ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് നന്നായിട്ട് പാടുന്നത്, പാട്ടൊന്നും പഠിച്ചിട്ടില്ല അവള്, നന്നായിട്ട് പാടും. അങ്ങനെയാണ് നമ്മൾ 2 ആഴ്ച ആയിട്ടില്ല നമ്മൾ സീമയായിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് പാടാനുള്ള അവസരം കിട്ടി. സീമക്കൊരു എന്താ പറയേണ്ടത്, സീമക്ക് വലിയൊരു താങ്ക്സ് പറ. പിന്നെ സീമയ്ക്ക്, എൻ്റെ കൂട്ടുകാരി സീമയ്ക്ക് നല്ല എന്താ പറയാ, അന്ന് എന്നെ സാറിന് മുമ്പിൽ എത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവള് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഈ മാമാനിക്കുന്ന് അമ്മേന്റെ നടയിൽ വന്ന് പാടാനുള്ള ഒരു അവസരം. വലിയ മഹാഭാഗ്യം. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സാറേ. ഞാൻ മുകളിൽ നിന്ന് തന്നെ നടയിൽ നിന്ന് തന്നെ പാടാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായി, ദേവിയുടെ അനുഗ്രഹം എനിക്ക്. സീമേനെ ദൈവം ഭയങ്കര കഷ്ടപ്പാടാണ്. അവളെ ദേവി നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമെന്ന്. അവൾക്ക് അവിടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരുപാട് തന്നെ പ്രാർത്ഥിക്കാം. സീമയില്ലാതെ ഭയങ്കര ഫീൽ ഉണ്ട് കേട്ടോ. സീമയില്ലാത്ത അതെ, പെട്ടെന്ന് സീമക്ക് പോണ്ടതുകൊണ്ട് സീമ പോയി അല്ലേ? അതിനുശേഷം ആളാകെ കുറച്ച് ഡള്ളായി. അതെ, അവളാണല്ലോ അവളെന്റെ ഒപ്പം ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവൾക്ക് എന്തോ ഇങ്ങനെ അനിയത്തിന്റെ വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അതുകൊണ്ടാണ് അവള് ഇല്ലാണ്ട് വന്നത്. ഈ വീഡിയോ കൂട്ടുകാരിന്റെ ഈ വീഡിയോ കാണുമ്പോൾ കുറേ സന്തോഷം ഉണ്ടാവും. അതെ, അവക്കാണ് ശരിക്കും സന്തോഷം. പിന്നെ എന്താ പറയാ, എന്റെ വീട്ടുകാരെ കഴിഞ്ഞു പിന്നെ ആഗ്രഹമൊക്കെ ആണ്
ഉള്ളത്. ശരിക്കും നമ്മുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കൂട്ടുകാരാണ്. സീമ തീർച്ചയായും ഞങ്ങള് വർഷങ്ങളായി അവള് അവിടെ കെട്ടിച്ചോണ്ട് വന്ന സമയത്ത് മുതലുള്ള പരിചയമാണ്. ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങള് തെറ്റി ഒന്നുമില്ല. നമ്മളെപ്പോഴും തമാശ കാര്യങ്ങളും അവിടെ കാര്യങ്ങളും എന്നോട് പറയും, എൻ്റെ കാര്യങ്ങൾ അവളോട് പറയും. ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് ഞങ്ങള് നിൽക്കുന്നത്. ഞാൻ സീമ എന്തായാലും ആ ബന്ധം അങ്ങനെ നിലനിൽക്കട്ടെ. ഒരുപാട് നല്ല നല്ല ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഒരുപാട് നന്ദിയുണ്ട് കണ്ടതിലും, അതുപോലെ ഇതുപോലെ ഒരുപാട് പാട്ട് സാറിനെ കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. പിന്നെ ഇതേപോലെ ഒരുപാട് പ്രോഗ്രാം എല്ലാം വരട്ടെ, അതിലെല്ലാം പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ സാറേ.